നമസ്കാരം. ACV ഒരുക്കുന്ന സൂപ്പർ സോക്കർ പവേർഡ് ബൈ ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ എൻ്റർപ്രൈസസ് ഇതിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ലോകകപ്പിൻ്റെ ആദ്യ റൗണ്ട് ഏകദേശം അവസാനിക്കാറായി. ഇനി മത്സരങ്ങൾ 32 ടീമിൻ്റെ നോക്കൗട്ട് മത്സരത്തിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇന്നലെ ഫുട്ബോളിൽ താൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾ, അല്ലെങ്കിൽ താനാണ് ഫുട്ബോളിൻ്റെ താരം എന്ന് കാണിക്കുന്ന ഒരു മെസ്സി എന്ന ലോക ചാമ്പ്യനെ നമ്മൾ കണ്ടു. അർജൻറ്റീന ഓസ്ട്രിയ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹം എന്തുകൊണ്ടാണ് ലോകത്തിലെ 1-ാം നമ്പർ താരമായി മാറുന്നതെന്ന് കാട്ടിത്തന്ന മത്സരം. മാത്രമല്ല റെക്കോർഡുകളെല്ലാം കടപുഴുകി ഒഴുകിയ ഒരു മത്സരം കൂടിയായി ഇന്നലത്തെ അർജൻറ്റീന അൾജീരിയ മത്സരം. ആ മത്സരത്തിന് ഇറങ്ങും മുമ്പേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മെസ്സിക്ക് നേടാനുള്ളത് റെക്കോർഡുകൾ മാത്രമാണെന്ന്. 100 മത്സരങ്ങളിൽ ക്യാപ്റ്റനായി മെസ്സി അരങ്ങുവാഴുന്നു. ഒപ്പം തന്നെ 2 അതികായകന്മാരുടെ റെക്കോർഡുകൾ അത് മാറ്റി എഴുതപ്പെടുന്നു. ഇതൊക്കെ ഇന്നലെ മെസ്സി നേടിയതാണ്. പക്ഷേ തുടക്കം നിരാശാജനകമായിട്ടാണ് മെസ്സി തുടങ്ങിയത്. 7-ാം മിനിറ്റിൽ ലഭിച്ച ഒരു പെനാൾട്ടി, ഡിക്കുള്ളിൽ വെച്ച് ഫൗൾ ചെയ്തതിന് വാറിൻ്റെ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ നേടിയ പെനാൾട്ടി, അത് എടുക്കാൻ വന്നത് സാക്ഷാൽ ലയണൽ മെസ്സി. സ്പോട്ടിലേക്ക് പന്ത് വയ്ക്കുന്നു, അനായാസം അദ്ദേഹം അത് ഗോളാക്കി മാറ്റും എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ച നിമിഷം. ഒരുപക്ഷെ ഷേൾജറെ കണ്ട് പേടിച്ചിട്ടാണോ, അതോ ടെൻഷൻ കൊണ്ടാണോ, അതോ ഇത്രയും സമ്മർദ്ദം ഒരുമിച്ച് മെസ്സിയുടെ മനസ്സിലേക്ക് എത്തിയോ ഈ വലിയ ഫുട്ബോൾ താരത്തിൻ്റെ? എന്തായാലും മെസ്സി ആ പെനാൾട്ടി പാഴാക്കുന്നു. വളരെ അപൂർവം നിമിഷങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു തെറ്റ് മെസ്സിക്ക് സംഭവിക്കുന്നു. തൻ്റെ റെക്കോർഡിൻ്റെ അടുത്ത് എത്താനുള്ള അവസരം അങ്ങനെ ഒഴിഞ്ഞു പോകുന്നു. ഒരു നിമിഷത്തേക്ക് ആ സ്റ്റേഡിയം സ്തബ്ധമായി. ഒരു ബൊട്ടുസൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റുന്ന നിശബ്ദത, അതായിരുന്നു അവസ്ഥ. പക്ഷേ മത്സരം പുരോഗമിച്ചപ്പോൾ കളിയാകെ മാറി. മെസ്സി പിന്നീട് തനിക്ക് കിട്ടിയ അവസരം എങ്ങനെ മുതലാക്കണം എന്ന് കാണിച്ചു തന്നു 38-ാം മിനിറ്റിൽ. പക്ഷേ 38-ാം മിനിറ്റ് വരെ മെസ്സിക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒരു മനോഹരമായ ഗോളിലൂടെ റെക്കോർഡ് സ്വന്തമാക്കി അദ്ദേഹം. ഈ ലോകകപ്പിൽ നേടുന്ന 4ാമത്തെ ഗോൾ. ആദ്യ മത്സരത്തിൽ മെസ്സി ഹാട്രിക് നേടിയിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിന് ശേഷം 4ാമത്തെ ഗോൾ നേടുന്ന മെസ്സിയെ കാണുന്നു. ക്ലോസയുടെ റെക്കോർഡ് മറികടക്കുന്നു. ക്ലോസയുടെ മാത്രമല്ല, പുരുഷ താരമായ ക്ലോസെ, അതുപോലെ തന്നെ വനിതാ ലോകകപ്പിൽ ബ്രസീലിൻ്റെ മാർത്ത 17 ഗോളുകൾ നേടിയിട്ടുണ്ട്. ആ റെക്കോർഡും മറികടക്കുന്നു സാക്ഷാൽ ലയണൽ മെസ്സി. 6 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോളടിക്കുന്ന താരം എന്ന ബഹുമതി കൂടി അദ്ദേഹത്തെ തേടിയെത്തുന്നു. അങ്ങനെ ഫുട്ബോളിലെ ഈ സമീപകാലത്തുള്ള എല്ലാ റെക്കോർഡിനും ഇപ്പോൾ ഉടമ ആര് എന്ന് ചോദിച്ചാൽ ലയണൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ മാന്ത്രികൻ, അല്ലെങ്കിൽ മിശിഹ, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ രാജകുമാരൻ എന്നൊക്കെ പറയാവുന്ന ഒരു താരത്തെ ഇന്നലെ നമ്മൾ കണ്ടു. അർജൻറ്റീന ഇതുവരെ ലോകകപ്പിൽ നേടിയത് 5 ഗോളാണെങ്കിൽ ആ 5 ഗോളും തൻ്റെ കാലിൽ നിന്നാണ് പിറന്നതെന്ന് ഒരിക്കൽ കൂടി മെസ്സി തെളിയിച്ചിരിക്കുന്നു. താൻ ഗോൾ മെഷീനായി മാറുന്നോ ഈ ലോകകപ്പിൽ, അത് ഇനി വരും മത്സരങ്ങളിൽ കൂടി കാണാനിരിക്കുന്നു. അൾജീരിയയെ ഇന്നലെ പരാജയപ്പെടുത്തിയത് 2 ഗോളുകൾക്കാണ്. എണ്ണം പറഞ്ഞ മെസ്സിയുടെ 2 ഗോളുകൾക്ക് അൾജീരിയ മത്സരത്തിൽ നിന്ന് ഓൾമോസ്റ്റ് പുറത്തായതുപോലെ ആണ് അൾജീരിയയെ സംബന്ധിച്ചിടത്തോളം. ആ ഗ്രൂപ്പിൽ 2 പേർ ഏകദേശം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അർജൻറ്റീന
ഒപ്പം അൾജീരിയ മത്സരം പിന്നീട് നമ്മളതിൻ്റെ അവലോകനത്തിലേക്ക് പോകും. അങ്ങനെ ആരാണ് ആ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരെ എത്തുന്നത് എന്ന് ഇനി കാത്തിരിക്കണം. ലയണൽ മെസ്സിയുടെ അർജൻറ്റീന 6 പോയിൻ്റ് നേടി ഗ്രൂപ്പിലെ ടോപ്പാകുന്നു. മത്സരത്തിൽ ഒരുപാട് ലസാറ്റോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റിയാണ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ 38-ാം മിനിറ്റിൽ ഗോൾ നേടിയ മെസ്സി അവസാന വിസിലിന് തൊട്ട് മുൻപ് ഓപ്പർച്യൂണിസ്റ്റ് എന്ന രീതിയിൽ മറ്റൊരു ഗോൾ കൂടി നേടി 2 ഗോളിന് അർജൻറ്റീനയെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. വളരെ സ്വതന്ത്രമായി കളിച്ചാൽ താൻ വളരെ അപകടകാരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു സാക്ഷാൽ ലയണൽ മെസ്സി. ഇന്നലെ എമിലിയാനോ മാർട്ടിനസ് അദ്ദേഹവും വളരെ ഭംഗിയായി ബാറിന് കീഴിൽ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എടുത്തു പറയേണ്ടത് സ്ലാഗർ എന്ന ഓസ്ട്രിയയുടെ ഗോൾ കീപ്പറെയാണ്. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങൾ അദ്ദേഹം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയോ തട്ടി അകറ്റുകയോ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മത്സരത്തിലുടനീളം സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഓസ്ട്രിയ, പ്രത്യേകിച്ച് 1-ാം പകുതിയിൽ. 2-ാം പകുതിയിൽ കളി ഇടയ്ക്കൽപ്പം പരുക്കനായി മാറുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. എന്തായാലും കളി അവസാനിക്കുമ്പോൾ ഈ ഗ്രൂപ്പിലെ ടോപ്പ് പൊസിഷനിലേക്ക് അർജൻറ്റീന എത്തുന്നു. മുൻ ലോക ചാമ്പ്യന്മാർ തങ്ങളെ വെറുതെ നേടിയ കപ്പല്ല എന്ന് തെളിയിക്കും വിധം 2-ാം റൗണ്ടിലേക്ക് അർജൻറ്റീന എത്തുന്നു. തൊട്ടടുത്ത മത്സരം ഫ്രാൻസ് ഇറാഖ് മത്സരമായിരുന്നു. ഇന്ത്യൻ സമയം രാത്രി 2:30 ഈ മത്സരം നടന്നത്. ഈ മത്സരത്തിലും നമുക്ക് അറിയാം ഫ്രാൻസിൻ്റെ കലിയൻ എംബാപ്പെ എന്ന അവരുടെ നായകൻ. ഇപ്പോൾ അർജൻറ്റീനയ്ക്ക് മെസ്സിയാണ് നായകനെങ്കിൽ ഇവിടെയും അതേ നാണയത്തിൽ മറുപടി നൽകാൻ കഴിവുള്ള കലിയൻ എംബാപ്പെ, ഒരുപക്ഷെ കുറച്ചുകൂടി ചുറുചുറുക്കും ചെറുപ്പവുമുള്ള താരം, സ്പീഡിൻ്റെ കാര്യത്തിൽ ബഹുകേമൻ, അതുപോലെ തന്നെ തൻ്റെ അസിസ്റ്റും തൻ്റെ ഫേക്കിങ്ങും ഒക്കെ കൃത്യമായി കളിക്കളത്തിൽ കാണിക്കുന്ന എംബാപ്പെ. അദ്ദേഹത്തിൻ്റെ ടീമാണ് ഫ്രാൻസ്. ഫ്രാൻസും ഇറാഖും തമ്മിലായിരുന്നു മത്സരം. കളിയുടെ ആദ്യം തന്നെ ഫ്രാൻസ് സമ്മർദ്ദം ചെലുത്തുന്നതോടുകൂടിയാണ് കളി ആരംഭിക്കുന്നത് തന്നെ. ഇറാഖിനെ കാഴ്ചക്കാരായി നോക്കി നിർത്തി ആദ്യത്തെ 1-2 മിനിറ്റിൽ വളരെ ചടുലമായ നീക്കങ്ങൾ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് എത്തുന്നു. അത് 14-ാം മിനിറ്റിൽ ഒരു ഗോളായി കലാശിക്കുകയും ചെയ്തു. സാക്ഷാൽ എംബാപ്പെ നേടിയ ഗോൾ. അത് ഒരു മനോഹരമായ നീക്കത്തിനൊടുവിൽ ഡിക്ക് തൊട്ട് പുറത്ത് കൃത്യമായ ആംഗിളിൽ എംബാപ്പയ്ക്ക് പന്ത് കിട്ടുന്നു. എംബാപ്പെ അത് അനായാസം തൻ്റെ ഇടങ്കാല് കൊണ്ട് ഒരു തകർപ്പൻ ഷോട്ടിലൂടെ ഇന്നലെ ബേസിലിനെ കീഴടക്കുന്നു. 1-0 ഫ്രാൻസ് മുന്നിൽ. 1-ാം പകുതി അവസാനിക്കുമ്പോൾ എംബാപ്പെ നേടിയ ഗോളിന് മുന്നിലായിരുന്നു ഫ്രാൻസ്. 2-ാം പകുതിയിൽ കുറച്ചുകൂടി ദൃഢതയാർന്ന പ്രകടനം, അല്ലെങ്കിൽ കുറച്ചുകൂടി ആവേശകരമായ പ്രകടനത്തോടെ ഫ്രാൻസ് തിരിച്ചെത്തുന്നു. ഇറാഖിന് ശരിക്കും മത്സരത്തിൽ തങ്ങളുടെ ഒരു സാന്നിധ്യം തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. ഏഷ്യയിലെ പ്രഗത്ഭരായ ടീമിലൊന്നാണ് ഇറാഖ്. പക്ഷേ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പല അവസരങ്ങളിലും പന്തിന് പിറകെ നടക്കുന്ന കാഴ്ച കണ്ടു. പ്രത്യേകിച്ച് അപകടകാരിയായ എംബാപ്പെ എന്ന ഇനി വരും കാലങ്ങൾ തെളിയിക്കാൻ പോകുന്ന, ഒരുപക്ഷെ ഈ മെസ്സി ഇന്നലെ നേടിയ റെക്കോർഡുകൾ ഭാവിയിൽ തകർക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ. അദ്ദേഹം 15 ഗോളോടുകൂടി ഇപ്പോൾ ലോകകപ്പിൻ്റെ നിറസാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാളുകളാണ് വരാനുള്ളത് എന്ന് തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇത്ര കൃത്യമായ ക്ലിനിക്കൽ ഫിനിഷുള്ള ഒരു താരം. ഒപ്പം തന്നെ ഫുട്ബോളിൽ എന്താണ് അദ്ദേഹത്തിന് ഇല്ലാത്തത്? സ്പീഡുണ്ട്, അതുപോലെ തന്നെ ഫേക്കിംഗ് ഉണ്ട്, എങ്ങനെയാണ് ട്രിബിൾ ചെയ്യുന്നത്, എല്ലാം തികഞ്ഞ ഒരു പ്ലെയർ എന്ന നിലയിൽ ഇന്നലെ എംബാപ്പെ കളം വാണു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 2-ാം ഗോൾ പിറന്നത് 54-ാം മിനിറ്റിലാണ്. അതും മറ്റൊരു മനോഹരമായ നീക്കത്തിനൊടുവിൽ കൃത്യമായ ഒരു ക്ലിനിക്കൽ ഫിനിഷ്. അങ്ങനെ 2 ഗോൾ അദ്ദേഹം നേടുന്നു. 66-ാം മിനിറ്റിൽ
ഡെംബാലയുടെ ഗോളോടുകൂടി 3-0 ഫ്രാൻസ് മത്സരം സ്വന്തമാക്കുന്നു. ഇറാഖ് വീണ്ടും പരിങ്ങലിലാകുന്നു. ഇനി ഒരു മത്സരം കൂടി ഇറാഖിനുണ്ട്. ഫ്രാൻസ് അങ്ങനെ 2 കളി ജയിച്ച് 6 പോയിൻ്റോടുകൂടി ആ ഗ്രൂപ്പിൽ, അതായത് ഐ ഗ്രൂപ്പിലെ ടോപ്പ് സ്ഥാനത്ത് എത്തുന്നു. തൊട്ടടുത്ത മത്സരം നോർവേ സെനഗൽ മത്സരമായിരുന്നു. ആഫ്രിക്കയിൽ കരുത്തുമായി സെനഗലും യൂറോപ്യൻ ശൈലിയിൽ ഒരുപക്ഷെ ന്യൂസിലാൻഡിനെ പോലെയും അമേരിക്കയോ പോലെയുമൊക്കെ അതേ ശൈലിയിൽ കളി തുടരുന്ന നോർവേയും സെനഗലും തമ്മിലാണ് മത്സരം ആദ്യ പകുതി മത്സരം ശരിക്കും പറയണമെങ്കിൽ 1 ഗോളിന് മുന്നിട്ട് നിന്നു നോർവേ. ആ ഗോൾ നേടിയത് പെഡേഴ്സൺ എന്ന അവരുടെ 16-ാം നമ്പർ താരം. നോർവേയുടെ 16-ാം നമ്പർ താരം ഒരു കൃത്യതയാർന്ന മൂവിൽ ഗോൾ നേടുന്നു. അങ്ങനെ 1-0 ആദ്യ പകുതി സ്വന്തമാക്കുന്നു നോർവേ. രണ്ടാം പകുതിയിൽ വളരെ ആക്രമണകാരിയായി എത്തിയ ഒരു നോർവേ ടീമിനെയാണ് നമ്മൾ കാണുന്നത്. സെനഗലിനെ ചില സമയങ്ങളിൽ ശരിക്കും തകർത്തുകൊണ്ട് പല നീക്കങ്ങളും നടത്തിയ നോർവേ 48-ാം മിനിറ്റിൽ, അതായത് രണ്ടാം പകുതിയുടെ ആദ്യം തന്നെ രണ്ടാമത്തെ ഗോൾ നേടുന്നു. അവരുടെ മികച്ച താരം ഹാലൻഡ് തൻ്റെ പിതാവിൻ്റെ ഈ കളികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാലൻഡ് ഗോൾ നേടുന്നു. ഹാലൻഡിൻ്റെ രണ്ടാം ഗോൾ പിറന്നത് 58-ാം മിനിറ്റിലാണ്. അതായത് 10 മിനിറ്റിന് ശേഷം അദ്ദേഹം തന്നെ രണ്ടാം ഗോൾ നേടുന്നു. ഈ ലോകകപ്പിൽ സ്കോറിംഗ് സാധ്യതകൾ, അല്ലെങ്കിൽ സ്കോറിങ്ങിന് കൂടുതൽ സാധ്യതകൾ കൽപ്പിച്ചിരുന്ന ഹാലൻഡ് അങ്ങനെ ഈ 2 മത്സരങ്ങളിലും ഗോൾ നേടിയ താരം എന്ന് നോർവേക്ക് വേണ്ടി കളിക്കുന്ന ഹാലൻഡ് സ്വന്തമാക്കുന്നു. അങ്ങനെ 3 ഗോൾ നേടി. പക്ഷേ സെനഗൽ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ 48-ാം മിനിറ്റിന് ശേഷം കണ്ടത്. 53-ാം മിനിറ്റിൽ ഇസ്മയിൽ സാർ എന്ന അവരുടെ താരം 1 ഗോൾ മടക്കുന്നു. പിന്നീട് ഇഞ്ചുറി ടൈമിൽ മറ്റൊരു ഗോൾ കൂടി ഇസ്മില്ല സാർ നേടി. 2 ഗോളുകൾ നേടി 3-2 എന്ന് കളി അവസാനിപ്പിച്ചു. ബോൾ പൊസഷനിലും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും 2 പേരും ഏകദേശം തുല്യതയാർന്ന പ്രകടനം കാഴ്ചവെച്ച രണ്ടാം പകുതി. അതിലാണ് ശരിക്കും സെനഗൽ തങ്ങൾ ആഫ്രിക്കൻ കരുത്താണെന്ന് കാട്ടിത്തന്ന മത്സരം. പ്രത്യേകിച്ച് ഇസ്മില്ല സാർ എന്ന അവരുടെ പ്രധാനപ്പെട്ട സ്കോറർ ഇന്നലെ 2 ഗോൾ സ്കോർ ചെയ്യുക മാത്രമല്ല ഒട്ടനവധി അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു. മത്സരം അവസാനിക്കുമ്പോൾ 4-3-3 ശൈലിയിലാണ് ഇന്നലെ സെനഗൽ കളിച്ചതെങ്കിൽ 4-1-2-3 ശൈലിയിൽ കളിച്ച നോർവേ ആദ്യ പകുതി അവർ സ്വന്തമാക്കി. പക്ഷേ രണ്ടാം പകുതിയിൽ കടുത്ത എതിർപ്പ് സെനഗലിൽ നിന്ന് നേരിട്ട് അവസാനം മത്സരത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ സമനിലയിലാകുമോ എന്ന് പോലും സംശയിച്ചിരുന്ന മത്സരം എന്ന് ആയാലും അവസാന വിസിൽ 1 ഗോളിൻ്റെ ലീഡോടുകൂടി, അതായത് 3-2 എന്ന ക്രമത്തിൽ മത്സരം നോർവേ സ്വന്തമാക്കി. അങ്ങനെ ഐ ഗ്രൂപ്പിൽ നോർവേ പ്രതീക്ഷ ഉയർത്തി നിൽക്കുന്നു. തുടർന്ന് രാവിലെ മത്സരം ജോർഡനും അൾജീരിയയും തമ്മിലാണ്. നേരത്തെ അൾജീരിയ അർജൻറ്റീന മത്സരത്തിൽ തോറ്റിരുന്ന ടീമാണ്. അവരാണ് ജോർഡനോട് നേരിട്ടത്. ഇവിടെയും ജോർഡൻ ഞെട്ടിച്ചു കളഞ്ഞു അൾജീരിയയെ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് ജോർഡൻ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. 36-ാം മിനിറ്റിൽ അൽ റഷ്ദാൻ നേടിയ 1 ഗോളിന് ഇടവേളയിൽ മുന്നിട്ട് നിന്ന ജോർഡൻ. പക്ഷേ ഇടവേള കഴിഞ്ഞെത്തിയ അൾജീരിയ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നിരന്തരം ജോർഡൻ്റെ ഗോൾ മുഖത്ത് ആക്രമണം ഉതിർത്ത അൾജീരിയ 69-ാം മിനിറ്റിൽ ബെൻ ബൊവാലിലൂടെ 1 ഗോൾ മടക്കുന്നു. അങ്ങനെ സമനിലയിൽ കളി തുടരുമ്പോൾ 82-ാം മിനിറ്റിൽ 9-ാം നമ്പർ താരം ഗൗരി നേറിയ 1 ഗോളിന് ഈ മത്സരം സ്വന്തമാക്കുന്ന ഇത് കണ്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ മത്സരം അവസാനിച്ചത്. അതിനു മുമ്പ് രസകരമായ മറ്റൊരു സംഭവം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഫ്രാൻസിൻ്റെ മത്സരം
മഴ തടസ്സപ്പെടുത്തിയ മത്സരമായിരുന്നു. അതായത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഫ്രാൻസും ഇറാഖും തമ്മിലുള്ള മത്സരം അതിഭയങ്കരമായ പേമാരിയും കൊടുങ്കാറ്റോടുകൂടി മത്സരം അല്പനേരം സസ്പെൻഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ മാറ്റിവെച്ചു. സ്റ്റേഡിയത്തിൽ എഴുതി കാണിച്ചു, എല്ലാവരും വെക്കേറ്റ് ചെയ്യണം, അതിശക്തമായ മഴയാണ്, കൊടുങ്കാറ്റാണ്, അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന് എഴുതി കാണിച്ചു. നോർവേ സെനഗൽ മത്സരത്തിനിടയിലാണ് വീണ്ടും ആ മറ്റേ മത്സരം പുനരാരംഭിച്ചതും രണ്ടാം പകുതി തുടങ്ങിയതും ഒക്കെ ആ മത്സരത്തിനിടയിലാണ്. അങ്ങനെ ഈ ലോകകപ്പിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഇന്നലെ നടന്നു. മത്സരം സസ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് പുനരാരംഭിച്ച് ഫ്രാൻസ് മത്സരം വിജയിച്ചതാണ്. അങ്ങനെ ഇന്നലത്തെ മത്സരങ്ങൾ അൾജീരിയ ജോർഡൻ മത്സര വിജയത്തോടുകൂടി അവസാനിക്കുന്നു. ഇന്ന് രാത്രിയിൽ മത്സരം 9:30 ഇന്ത്യൻ സമയം 10:30 പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരിടുന്നത് ഉസ്ബെക്കിസ്ഥാനെയാണ്. ഇവിടെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതാണ്, റൊണാൾഡോയ്ക്ക് ബാൾ നൽകുക എന്ന് റീൽസും ആൾക്കാരുമൊക്കെ വിളിച്ചു കൂവുന്ന ഒരു കാഴ്ച. പക്ഷേ റൊണാൾഡോ ആദ്യത്തെ മത്സരങ്ങളിൽ തീർത്തും നിഷ്പ്രഭനായിപ്പോയി. ഈ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനുമായുള്ള മത്സരത്തിൽ അദ്ദേഹം തീർച്ചയായും സ്കോർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ പോർച്ചുഗൽ പരുങ്ങലിലാവും, ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും. തൻ്റെ അവസാന ലോകകപ്പ് 40 വയസ്സിന് മുകളിൽ പ്രായമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്ത ലോകകപ്പ് ഉണ്ടാകുമോ എന്ന്, ഇനിയൊരു ലോകകപ്പിന് അംഗം കുറിക്കാൻ സാധിക്കുമോ എന്ന് തീർച്ചയായും നമ്മൾ കണ്ട് തന്നെ അറിയണം. അങ്ങനെ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മത്സരമാണ് ഇന്ന് രാത്രി 10:30. അതിനുശേഷം വെളുപ്പിന് 1:30 24/6/2026 നമുക്ക് 12 മണി കഴിയുമ്പം ഡേറ്റ് മാറും, അടുത്ത ദിവസമാകും. 1:30 ഇംഗ്ലണ്ട് ഘാനയെ നേരിടുന്നു. ഹാരി കെയ്നിൻ്റെ ഇംഗ്ലണ്ട് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ വൻ ശക്തികളായ ഘാനയെ നേരിടുന്നു. 4:30 പനാമ ക്രൊയേഷ്യ, ലൂക്കോ മോഡ്രിച്ചിൻ്റെ അല്ലെങ്കിൽ മുൻ ചാമ്പ്യന്മാരായ ക്രൊയേഷ്യയെ പനാമ നേരിടുന്നു. അവസാനം രാവിലെ 7:30 കൊളംബിയ കോങ്കോ മത്സരമാണ്. ഈ മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ മത്സരങ്ങളുടെ അവലോകനവുമായി വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഫുട്ബോൾ വിരുന്ന് ആശംസിക്കുന്നു.